ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇനി അടുത്ത വിഷയം, ദൈവവിശ്വാസിയും യുക്തിവാദി ആകുമോ എന്നാണ്. അതാണ് ഇന്നത്തെ ഹെഡിങ്ങും, ദൈവവിശ്വാസികളായ യുക്തിവാദികൾ എന്നാണ്. ഇനി ദൈവവിശ്വാസി എന്ന് പറയുന്ന വ്യക്തി യുക്തിവാദി ആകുമോ? ആകും. ദൈവവിശ്വാസത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ഒരു വ്യക്തിക്കും യുക്തിവാദി ആകാം. അവർ കുറച്ച് നേരത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും 20-ാം നൂറ്റാണ്ടിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇപ്പോൾ അത് കേറി വന്ന് യഥാർത്ഥ ദൈവവിശ്വാസികൾ തന്നെയും യുക്തിവാദികളാകുന്ന പരിധിയിലേക്കാണ് മതത്തിലെ യുക്തിവാദം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് പറയാ ഇത്തരം കഴിവുകളില്ല എന്ന് വാദിക്കുക. അപ്പോൾ അവിടെ മുതൽ ദൈവവിശ്വാസത്തിലെ യുക്തിവാദം ആരംഭിക്കും. എന്ത് CM, എന്ത് കുഴപ്പാപ്പ, എന്ത് വടകര മുഹമ്മദാജി, സമസ്തയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും സമസ്തയുടെ ഫൗണ്ടർ എന്ന് പറയാവുന്ന ആളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാണ്. അദ്ദേഹം താനൂർ ദർസ് നടത്തുന്ന സമയത്ത്, ഇശാ നിസ്കാര സമയത്ത് ബോധം പോയ ഒരു പാമ്പ് കടി ഏറ്റ ഒരു ആളെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് വിഷം ചീണ്ടിയ ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പുറത്ത് പോയില്ല. അദ്ദേഹം പറഞ്ഞു പിന്നെ നോക്കാം, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നതാണ്. വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളത്തിലേക്ക് എന്നോട്, ഇത് ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞതാണ്, സമസ്തയുടെ സെക്രട്ടറി ആയ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാണ് ഈ സംഭവം എന്നോട് പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ആ നിന്ന നിപ്പ് തന്നെ എന്ത് ചെയ്തു, ഈ വെള്ളത്തിലേക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم എന്ന സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി മന്ത്രിച്ചു. അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് മഹാനവറുകൾ നിന്നു. ഇവർ പോയിട്ട് ഈ വെള്ളം ആ പാമ്പ് കടിയേറ്റ് ബോധം പോയി കിടക്കുന്ന ആൾക്ക് കുടിക്കാൻ കൊടുത്തു. നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇയാൾ കണ്ണ് തുറന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞത് ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇത്തരം കാര്യങ്ങൾ ഇന്ന് നമ്മൾ തന്നെ ആളുകൾ നിരാകരിക്കുക. അതൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണെന്ന് പറയാം. അതൊക്കെ തള്ളുകളാണെന്ന് പറയാം. തള്ളലുകൾ. അത് സമസ്ത പ്രസിഡന്റ് പറയുകയാണെങ്കിലും സമസ്ത പ്രസിഡന്റിന്റെ തള്ളൽ എന്ന് പറയും. ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഹെഡിങ്ങിൽ കണ്ടിട്ടുണ്ട്, സമസ്ത പ്രസിഡന്റിന്റെ തള്ളൽ. ഇത്തരം വ്യക്തികളെ നമ്മൾ ദൈവവിശ്വാസിയായ യുക്തിവാദി, എന്താണ് പ്രശ്നം? അയാൾക്ക് യൂണിവേഴ്സിന്റെ പരിധിയുടെ ഉള്ളിൽ നിന്ന് തെളിവ് കിട്ടണമെങ്കിൽ ഇയാൾക്ക് ഖുർആന്റെ പച്ച അറബിയിൽ തന്നെ തെളിവ് കിട്ടണം. അപ്പൊ എന്താ ആയത്ത് വേണം? യാ അയ്യുഹല്ലദീന ആമനൂ CM ഉണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനൂ തിരുപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാർ വരും. യാ അയ്യുഹല്ലദീന ആമനൂ വിഷമാറ്റിയുടെ ആളുകൾക്ക് സ്വലാത്തി ഫാത്തിഹ ചൊല്ലി കൊടുത്താലും വിഷമറങ്ങും. അങ്ങനെ തന്നെയാണ് കിട്ടണം. എവിടുന്ന്? എവിടുന്നെങ്കിലും കണ്ടുപിടിച്ചാ പോരാ. അങ്ങനെ തന്നെ കിട്ടണം. അങ്ങനെ കിട്ടണം. ഇത്തരം ആളുകൾക്കാണ് മതത്തിലെ യുക്തിവാദികൾ എന്ന് പറയുക. ഈ യുക്തിവാദികൾ ഇപ്പൊ സകല സ്ഥലത്ത് കയറിക്കൂടി, എല്ലാത്തിനും കയറിയിട്ടുണ്ട്. കുറച്ച് നാളെ പറയണം വല്ലോ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. അവരെല്ലായിടത്തും കയറി കൊടുക്കുന്നു. കേൾക്കാൻ ഒരു സുഖമില്ല, എനിക്ക് പറയണ സുഖമല്ല, പക്ഷെ പറയല്ല നിർവാഹമില്ല. പറയണല്ലോ എന്നതുകൊണ്ട് പറയാണ്.
അപ്പൊ ഒരു യുക്തിവാദിസം എന്ന് പറഞ്ഞാൽ ഇന്ന് മതത്തിന്റെ ഉള്ളിലും കയറി. ഇത്തരം ആളുകൾ 5 വക്ത് നിസ്കരിക്കും, പള്ളിയിലുണ്ടാവും, പള്ളി കമ്മിറ്റിയിലുണ്ടാവും. ചിലപ്പോ മക്ബറ പൊളിക്കും. ഒരു പള്ളി കമ്മിറ്റി മക്ബറ പൊളിച്ചു. എന്തെന്ന് ചോദ്യമല്ല, വാർത്തയായ വിഷയപ്പെടും. എന്റെ നിരാക്ഷേപമായി പതിറ്റാണ്ടുകൾ അനവധിയായി ജനത നാട്ടിൽ പല ആളുകളും വന്ന് സിയാറത്ത് ചെയ്യുന്ന ഒരു മഹാൻ, മുൻഗാമികളായ ആളുകൾ അവിടെ കെട്ടി ഉണ്ടാക്കി, സാധാരണ കവിഞ്ഞൊരു കെട്ടി ഉണ്ടാക്കി സിയാറത്തിന് അവിടെ സൗകര്യമുണ്ട്. ഒരു വലിയ മഹാനാണെന്ന് ആയിരക്കണക്കായ ആളുകൾ ഇന്നും അംഗീകരിക്കുന്നുണ്ട്. അതില് ആ വ്യക്തിക്ക് ഒരു പ്രത്യേകത ഇവർ കണ്ടില്ല. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും? പൊളിച്ചു. പൊളിക്കാൻ 10 രൂപ എടുത്തതോ ഒരു സുന്നി, എന്തുകൊണ്ട്? യുക്തിവാദി. ഒന്നുമില്ല, സുന്നികളെപ്പോ യുക്തിവാദി ആയിപ്പോയി. ഞാൻ പിന്നീട് പറയാം, അങ്ങനെ ഭാഗത്തേക്ക് വരാം. ഇതിലാ പള്ളിയിലുണ്ടാവും, പള്ളി കമ്മിറ്റിയിലുണ്ടാവും, നോമ്പെടുക്കും, താജുദ് നിസ്കരിക്കും, കരയും, പണ്ഡിതണ്ടാവും, മുഷാവറുണ്ടാവും, പലതും ഉണ്ടാവും. പലതും ഉണ്ടാവും. വലിയ നേതാക്കന്മാരാവും. അവരെ വാക്ക് കേട്ടാൽ നമ്മൾ തെക്കിവീറിയല്ലോ. പക്ഷെ യുക്തിവാദിയായിരിക്കും. അതായത് അവർ പറയുന്നതിനെല്ലാം എന്ത് വേണം? ഖുർആനിൽ തന്നെ യുക്തിപരമായി ഒന്നിരിക്കൽ ശാസ്ത്രത്തിന്റെ തെളിവ് വേണം, അല്ലെങ്കിൽ ഖുർആനിൽ വ്യക്തമായി കാണണം എന്നവർ കണിശത പിടിക്കും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളത് അംഗീകരിക്കൂല. യുക്തിയുടെ കാര്യത്തിലല്ലാതെ കാര്യങ്ങളെ വ്യവച്ഛേദിക്കാൻ പറ്റൂല എന്ന് അവർ വാദിക്കും. യുക്തിവാദി പോലെ തന്നെ മതവാദിയായി നടിച്ചുകൊണ്ട് ഇയാൾ കേവലം ശാസ്ത്രീയ തെളിവുകൾ കൊണ്ട് തന്നെ നമ്മൾ മതപരമായ കാര്യങ്ങളെല്ലാം തെളിയിക്കണമെന്ന് ശ്രദ്ധിക്കും. ശാസ്ത്രം അംഗീകരിക്കാത്ത മതകാര്യങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് അവർ ശ്രദ്ധിക്കും. പിന്നെയോ വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞ ഖുർആൻ തന്നെ പറയണം. പണ്ഡിതന്മാർ പറഞ്ഞ തെളിവ് മതിയാവൂല ശ്രദ്ധിക്കും. ചില നന്മകൾ, ആ നന്മകൾക്ക് വ്യക്തമായ ആയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ ഉണ്ടാവും. ഏത് പണ്ഡിതന്മാര്? വലിയ പണ്ഡിതന്മാര്. ഇപ്പൊ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയാൻ എന്ത് നോക്കിയിരിക്കണ്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി, അൽ-ഇമാം ഇബ്നു ഹജർ ഹൈതമി, ഇമാം സുബ്കി, ഇമാം നവവി, ഇങ്ങനെ ലോകം കണ്ട് വലിയ ആളുകൾ, വലിയ മഹാന്മാര്. അവര് പണ്ഡിതന്മാരാണ്. അവര് എഴുതി വെച്ച രേഖ ഉണ്ടാവും, പക്ഷെ അംഗീകരിക്കില്ല. ഇവർക്ക് എന്തെന്നെ കിട്ടണം? പറ. അങ്ങനെ തന്നെ എന്തിൽ കിട്ടണം? പറ. ഖുർആനിൽ കിട്ടണം എന്നവര് ശഠിക്കും. ഒരു മഹാപണ്ഡിതന്റെ വാക്ക് ഒരു നന്മക്ക് ചെയ്യുന്ന നന്മയാണ്. ഇപ്പൊ ചെയ്യുന്ന നന്മ. നിങ്ങൾ വാപ്പ മരിച്ചതിന് പേര് നിങ്ങൾ കള്ളു കുടിച്ചോ? നിങ്ങളെ ബാപ്പ മരിച്ചതിന്റെ പേര് നിങ്ങൾ കള്ളു കുടിച്ചോ? എന്താ നോക്കി? ഇല്ല. നിങ്ങൾ നല്ല മനുഷ്യന്മാരിലാണ് വന്നിരിക്കുന്നത്. ബാപ്പ മരിച്ചില്ലെങ്കിൽ ഏതോ കാരാക്കൂസ് കള്ളു കുടിച്ചോന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ബാപ്പ മരിച്ചതിന്റെ പേര് കള്ളു കുടിച്ചോ? ഇല്ല. നിങ്ങൾ എന്തായാലും ഖുർആനോടി, മയ്യത്തിന്റെ അടുത്തുനിന്നോടി, പിന്നെ ഓടി ഹദിയാക്കി. ഇത് നല്ല കാര്യമാണെന്ന് അനവധി ഇമാമികൾ എഴുതിയിട്ടുണ്ട്. അതും അംഗീകരിക്കൂല. എന്തുകൊണ്ട്? ഖുർആൻ തന്നെ വേണം. ഇതിനാണ് എന്താ പറയാ? മതത്തിന്റെ ഉള്ളിലുള്ള യുക്തിവാദി. പണ്ഡിതന്മാർ പറഞ്ഞത് അംഗീകരിക്കണം എന്ന് ഖുർആനിലുണ്ട്, പക്ഷെ അവർ അംഗീകരിക്കൂല. ഖുർആൻ ഇവിടെ 2 കാര്യം. നിങ്ങൾക്ക് അറിയാത്തത് പണ്ഡിതന്മാർ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 കാര്യം ഖുർആൻ അംഗീകരിച്ചു. ഒന്ന്, നിങ്ങൾക്ക് അറിവില്ലാത്തത് ഏത് കാലത്തും ഉണ്ടാകാം എന്നും ഖുർആൻ അംഗീകരിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ സർവാംഗീകൃതമാരായ പണ്ഡിതന്മാർ കാര്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കാം എന്നും ഖുർആൻ അംഗീകരിച്ചു. അല്ലേ? ഒന്ന് പറ. ഇഷ്ടം അംഗീകരിച്ചില്ലേ? അംഗീകരിച്ചു. ശ്രദ്ധവർ അംഗീകരിക്കൂല. ഒരു ഖുർആനെ തന്നെ അംഗീകരിക്കൂല. ഒരു വ്യക്തമായി ഖുർആൻ കാണണം. ഇതാണ് യുക്തിവാദി. അധികരിക്കാണ്. സുന്നിസത്തിലേക്ക് വന്നു. ഈ 5 കൊല്ലം കൊണ്ട് സുന്നികൾ മൊത്തം യുക്തിവാദികളാവും. അടിച്ചു കയറുകയാണ്. ഇതാണ് അവസ്ഥ. അല്ലെങ്കിൽ അവർക്ക് എന്തിൽ കാണാം? ശരി, ഒരു സംഘം ആളുകൾ ഖുർആൻ തന്നെ വേണം. അതിനേക്കാൾ ഒന്നും കൂടി പദമുള്ള ആളുകൾ പറയും
ഖുർആനിൽ കാണണമെന്നൊന്നുമില്ല, പക്ഷെ സ്വഹിയായ ഹദീസ് കിട്ടണം. നല്ല വർത്താനാണല്ലോ. അപ്പൊ നമ്മൾ എന്തു പറയും? ഓൻ പറഞ്ഞ നേരല്ലേ മൗലിയാരെ? നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പോയിക്കോളൂ, നിങ്ങൾ കാര്യത്തിന് ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോളൂ. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയൊക്കെ റഹ്മത്തുള്ളത് പറയുന്നത് അള്ളാഹ്ക്ക് വേണ്ടി പറയാം. ഇതിനൊന്നും ആരുടെ ദറാക്കുരുത്തന് ഒരു വാക്ക് മറുപടി പറയാൻ കഴിയില്ല. സത്യമാണ് ഈ പറയുന്നത്. അതായത് രണ്ട് വിഭാഗമാണ് മതത്തിലെ യുക്തിവാദികൾ. ഒന്ന്, അവർ പഠിച്ചവനെ വിശ്വസിക്കും എന്ന് പറയുന്നു, അള്ളാഹു ഖുർആനൊക്കെ അവർ അംഗീകരിക്കും. പക്ഷേ അവർക്ക് ഏത് കാര്യം ചെയ്യണമെങ്കിലും വ്യക്തമായി എന്തിൽ കാണണം? ഖുർആനിൽ കാണണം. ഇതൊരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, ഖുർആനിൽ കാണണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് എന്ത് വേണം? സ്വഹിയായ ഹദീസ്. ഇത് പറയുമ്പോ നമ്മൾ സുന്നികളായ നാടന്മാരും മോലിയന്മാരും തനിക്കെട്ട് കെട്ടിയ പിന്നെ പേര് മോലിയരാണ്. ഈ മോലിയന്മാര് വരെ വിളിച്ചു ചോദിക്ക, സ്ഥലേ അതിന് ഹദീസ് എന്താ? ആ പറഞ്ഞ ഹദീസ് എന്താ? അപ്പൊ രണ്ടാമത് മോലിയന്മാർക്ക് വരെ ഇപ്പൊ എന്ത് കിട്ടണം? പറയേറെ പറയടാ. നിങ്ങൾ ഇന്ന് ഞാൻ വാടക കൊടുത്തിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഇന്ന് ടൗണാളിനും വാടക ഞാനാ കൊടുത്തത്. അതുകൊണ്ട് എനിക്കിപ്പോ തോന്നിയതൊക്കെ എന്നിട്ടേ വിടുള്ളൂ, പോണവർക്ക് പോകാം. എടാ, തലയെ കെട്ടിയവർ വിളിച്ചു ചോദിക്കാൻ ഹദീസുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹദീസിനെ പറ്റി ഒന്ന് പഠിക്കാം. പിടിച്ചിരുന്നോളി. തന്തയും തറവാടുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി പറയാം ഇതിന്, മോലിയാലടക്കം. ശരി, നമുക്ക് സ്വഹിയായ ഹദീസിന്റെ എന്റെ നിലവിലുള്ള സ്റ്റാൻഡ് ഒന്ന് പരിശോധിക്കുക. രണ്ട് വാദേ ഉള്ളൂ. ഒന്നിരിക്കൽ എന്ത് വേണം? ഒന്നിരിക്കല് ഖുർആൻ തന്നെ വ്യക്തമായി കാണണം, മതത്തിലെ യുക്തിവാദി പറയും. അല്ലെങ്കിൽ എന്ത് വേണം? സ്വഹിയായ ഹദീസ് വേണം. അപ്പൊ പള്ളി പ്രസിഡന്റ് തന്നെ വന്ന് മോലിയാരോട് ചോദിക്കും, സ്വഹിയായ ഹദീസ് ഇല്ല, നിങ്ങൾ എന്തിനാ പറഞ്ഞു മോലിയാര്? പ്രസിഡന്റ് മിക്കവാറും സൂജാമു ആവുമല്ലോ. സൂജാമു അല്ലേ? ആരാവുള്ളൂ? മിക്കവാറും മാലി പ്രസിഡന്റുമാരൊക്കെ സൂജാമു. ഹദീസ് തെളിവില്ലാതെ നിങ്ങൾ എന്തിനാ പറയാൻ പോണ്? ശരി, ഹദീസിന്റെ സ്റ്റാൻഡ് ഒന്ന് പരിശോധിക്കാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിരാക്ഷേപം അംഗീകരിക്കുന്ന ഒരു സത്യം, ഒന്നും രണ്ട് എന്നതുപോലെ ലോകം അംഗീകരിക്കുന്ന നിരാക്ഷേപം അംഗീകരിക്കുന്ന ഒരു സത്യം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജനനവർഷം AD 780, മരണവർഷം AD 855. ജനനവർഷം AD 780, ജനനവർഷം 780, മരണവർഷം 855, 855. 632 മുസ്തഫ നബി ജനിച്ചു. 1.5 നൂറ്റാണ്ടിനടുത്ത് കഴിഞ്ഞ് 780 ആര് ജനിച്ചു? അഹ്മദ് ബിൻ ഹംബൽ ജനിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് 855 മരിച്ചു. ആ മഹാന് 10 ലക്ഷം ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്നു എന്ന്, മനപ്പാഠം മാത്രം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സുന്നിക്കും മുജാഹിദിനും തർക്കമില്ല. ഒരു സുന്നിക്കും തർക്കമില്ല, ഒരു മുജാഹിദിനും തർക്കമില്ല. എല്ലാ അറബ് നാടുകളിൽ നിന്നും അച്ചടിച്ചു വരുന്ന എല്ലാ കിതാബുകളിലും എഴുതി വെച്ച ഹദീസ് രേഖകൾ എഴുതി വെച്ചോടത്തൊക്കെ ഉണ്ട്. എന്ത്? അഹ്മദ് ബിൻ ഹംബലിന് ഏറ്റവും ചുരുങ്ങിയത് മനപ്പാഠം മാത്രം എത്ര 1 മില്യൺ ഹദീസ്, 1 lakh അല്ല, 10 lakh, 1 മില്യൺ ഹദീസ്. എന്തുണ്ട്? പറ എന്തുണ്ട്? ഹദീസ് മനപ്പാഠം മാത്രമുണ്ട്, വേറെയുണ്ട്. ഒരു വീക്ഷണപ്രകാരം 20 ലക്ഷത്തിലേറെ ഹദീസുകൾ ഉണ്ടായിരുന്നു ഹബീബ നബിയുടേത്. ഒരു വീക്ഷണപ്രകാരം 30 ലക്ഷത്തോളം ഹദീസ് ഉണ്ടായിരുന്നു. 40 ലക്ഷം ഹദീസ് ഉണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അതിൽ അഹ്മദ് ബിൻ ഹംബലിന് മനപ്പാഠം മാത്രം എത്ര? 10 ലക്ഷം. അഹ്മദ് ബിൻ ഹംബൽ എല്ലാവരും അംഗീകരിക്കുന്ന സയ്യിദുൽ മുഹദ്ദിസീനാണല്ലോ.
മനസ്സിലായില്ലേ? ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലോകം കണ്ട പണ്ഡിതനാണ് ആര്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയ ഇഷ്ട ആരുടെ ശിഷ്യനുമാണ്? ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യനായ ലോകം അംഗീകരിക്കുന്ന മഹാന് ചുരുങ്ങിയത് എത്ര മനപ്പാടുണ്ടായിരുന്നു? 10 ലക്ഷം ഹദീസ് മനപ്പാടം മാത്രം. മനപ്പാടല്ലാത്ത ഹദീസ് വേറെയും. 40 ലക്ഷം ഹദീസ് ഉണ്ടായിരുന്നു, 20 ലക്ഷം 30 ലക്ഷം നോക്കാൻ അഭിപ്രായങ്ങളുണ്ട്. ശരി, ഏതാ വർഷം? 2025 മാർച്ച് എത്ര? 8. ഒന്ന് പറ ചങ്ങായി, ആ പോസ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. 2025 മാർച്ച് 8 അല്ലേ? ഇന്ന് ലോകത്ത് വഹാബികൾ, ഈ പറയുന്ന ആളുകൾ മിതവാദികൾ അംഗീകരിക്കുന്ന ഹദീസുകൾ തർക്കമില്ലാത്ത വിഷയമാണ്. 10 ലക്ഷത്തിൽ മനപ്പാടുണ്ടായിരുന്നു. ഒരുപാട് രേഖകൾ വായിക്കണില്ല എല്ലാവരും. അതില്ലാന്ന് പറയട്ടെ, ഇവിടെ പറയണ്ടുള്ളൂ. ഈ വിഭാഗങ്ങളെല്ലാം സർവാംഗീകൃതമായി അംഗീകരിക്കുന്ന ഹദീസ് അംഗീകരിക്കുന്നവർ, മനസ്സിലായില്ല? ഹദീസ് അംഗീകരിക്കുന്ന സത്യാണ്. അഹ്മദ് ബിൻ ഹംബലിന് മനപ്പാട് മാത്രം എത്ര ഉണ്ടായിരുന്നു? 10 ലക്ഷം. ഒരു വ്യക്തിക്ക് മനപ്പാടില്ലാത്ത ദശലക്ഷങ്ങൾ വേറെയുണ്ട്. ഇന്ന് വഹാബികളിലെ മിതവാദികൾ അംഗീകരിക്കുന്ന ഹദീസ് എന്ന് പറയുന്നത് 27,000 നല്ല കൂട്ടരാണ്. മിതവാദികളാണ്, വല്ലാത്ത മിതവാദികളാണ്. അല്ലാതെ നമ്മൾക്ക് വേണ്ടി അവർ പരമാവധി ഇറങ്ങി തന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തെ 27,649 സ്വഹീഹായ ഹദീസുകളെ ഉള്ളൂ എന്നാണ് വഹാബികളിൽ നല്ലവരായ മിതവാദി വീക്ഷണം. അപ്പോൾ 27,649 ഹദീസ് മിതവാദികൾ നമുക്ക് വേണ്ടി പരമാവധി ഇറങ്ങി തന്നു. പരമാവധി ഇപ്പോൾ ലോകത്തുള്ള സ്വഹീഹ ഹദീസ് 27,649 ഹദീസ് ഉള്ളൂ. അതിനെ 10 ലക്ഷം കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിച്ചു നോക്കി, അപ്പൊ നിങ്ങൾക്ക് ശതമാനം കിട്ടുമല്ലോ. കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ. 27,649 ഹദീസാണ് ആകെ ലോകത്ത്. ആകെ അങ്ങനെ പറഞ്ഞ വേറൊരാളില്ല. ഇയാൾ ഡയറക്ടർ ഫോർ ദ സെന്റർ ഓഫ് ഖുർആൻ ആൻഡ് സുന്ന ഇൻ മക്ക. നിലവിൽ മക്കയിലെ ഖുർആൻ ആൻഡ് സുന്ന സെന്ററിന്റെ ഡയറക്ടറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് അഷേഖ് ഹംസ അഹമ്മദ് സയ്യാൻ എന്നാണ്. അയാളാണ് മിതവാദികളുടെ നേതാവ്. അയാൾ പറയുന്നത് ഇന്ന് ലോകത്ത് എത്രയുള്ളൂ ഹദീസ് സ്വഹീഹായി? പരമാവധി 27,649 ഹദീസേ ഉള്ളൂ. ഇബ്നു ബാസിന്റെ വേറൊരു ശിഷ്യനുണ്ട്, അയാള് യഹ്യ ബിൻ യഹ്യ. അയാൾ പറയുന്നത് 6,000 ഹദീസേ ലോകത്തുള്ളൂ. യഹ്യ ബിൻ യഹ്യ ആകെ മുത്തഫഖുൻ അലൈഹി ആയ 2514, ബുഖാരിയിൽ മാത്രം 580, മുസ്ലിമിൽ മാത്രം 960, അബൂദാവൂദിൽ മാത്രം 874, തിർമിദിയിൽ മാത്രം 370, നസായിൽ മാത്രം 563, ഇബ്നു മാജിൽ 180, ദാരിമി 65. ഏകദേശം ഇന്ന് ലോകത്ത് സ്വഹീഹായ ഹദീസ് ഇദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം, അദ്ദേഹത്തിന്റെ പേര് യഹ്യ ബിൻ യഹ്യ എന്നാണ്. യഹ്യ ബിൻ അബ്ദുൽ അസീസ് യഹ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഖുർആൻ ഒരാളാണ് മക്കയിൽ. അദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം സൗദിയിൽ അദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം 6,000 ഹദീസ് ഉള്ളൂ. എന്നാൽ ഒന്നുകൂടി തീവ്രവാദി വഹാബിയായ നാസിറുദ്ദീൻ അൽബാനിയുടെ വീക്ഷണപ്രകാരം 5,000-ൽ താഴെ ഹദീസ് സ്വഹീഹായി ലോകത്തുണ്ട്. ശരി, തിരിച്ചു വരി. 27,649
ഡിവൈഡഡ് ബൈ 10 lakhൽ ഒന്ന് ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കും. അപ്പൊ ആകെ ഇന്ന് അഹ്മദ് ഇബ്നു ഹംബലിന് മനപ്പാടമുള്ള ഹദീസ് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തുള്ളത് 2.7 അതായത് ഏകദേശം 2.5%. അപ്പൊ എത്ര പോയി? 97% ഹദീസും സ്വഹീഹായത് ഇപ്പൊ ലോകത്ത് ഇല്ല. എന്താ നിങ്ങൾക്ക് പറയാൻ മടി? ഇല്ല. ഇതാരുടെ വീക്ഷണാണ്? മിതവാദി വീക്ഷണാണ്. അതേസമയം അൽബാനിയുടെ വീക്ഷണപ്രകാരം 5000 താഴെ ഹദീസേ ഉള്ളൂ. അപ്പൊ ഡിവൈഡഡ് ബൈ 10 lakhൽ ഡിവൈഡ് ചെയ്യും, 100 കൊണ്ട് ഗുണിക്ക്. അപ്പൊ എത്ര കിട്ടും? 0.5. അതായത് മക്കളെ 0.5% ഹദീസേ ഇപ്പൊ ലോകത്തുള്ളൂ സ്വഹീഹായിട്ട്. അപ്പൊ എത്ര പോയി? പറ കുട്ടി, എന്താ പറയാൻ മടി? നീ എവിടുന്നാ ഞാൻ നിനക്ക് ഹദീസ് എടുത്തരുന്ന്? പുട്ടപ്പുറത്തിലെ സായിബാബ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആട്ടുക. എത്ര വലിപ്പുണ്ടല്ലോ വഹാബി. ഇവനുണ്ടാക്കാൻ നടക്കുക, നമ്മൾക്ക് രാവും പകൽ ഇവർക്ക് ഉണ്ടാക്കാൻ നടക്കുക. ഇതുപോലെ സുന്യാന്ന് പറയാൻ നമുക്ക് ബാധ്യതയും. പോയി പണി നോക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ഇന്നെ തല്ലിക്കൊല്ലാണ് എനിക്ക് വിഷയമല്ല. ഞാൻ നേര് പറഞ്ഞു മരിച്ചു, എനിക്ക് വിഷയമല്ല. ഞാൻ മരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, എനിക്കൊന്നും വിഷയമല്ല. നിങ്ങൾ നേര് പറയണ വേദിയിൽ മരിക്കണം, ഇത്രയേ ഉള്ളൂ. അതായത് അഹമ്മദ് ഇതും ഹദീസിന്റെ 0.5% അല്ല കുട്ടി. എന്തിന്റെ 1%? എന്തിന്റെ 2%? പറ കുട്ടി. അഹ്മദ് ഇബ്നു ഹംബലിന് മനപ്പാടമുള്ളതിന്റെ മാത്രം 2.5% ഇന്ന് സ്വഹീഹ് ഹദീസ് ലോകത്തുള്ളൂ എന്നാണ് മിതവാദികൾ അംഗീകരിക്കുന്നത്. ബാക്കി 97% സ്വഹീഹ് ഹദീസും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ എങ്ങനെയാണ് തെളിവുണ്ടാക്കണത്? എന്നാ മുസ്ലിം ലോകം പൊളിഞ്ഞോ? ഇല്ല, പൊളിഞ്ഞിട്ടില്ല. ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? മഹാന്മാരെ കൗലുകളെ. മഹാന്മാർ വ്യക്തമായി. ഇനി ഒരാളെങ്കിലും ചന്ദ്രാസ് ഇളക്കണ്ട. ഇസ്ലാമൊക്കെ ഇസ്ലാമിന് ഒരു ചുക്കും പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? ഈ ദശലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മഹാപണ്ഡിതന്മാർ എഴുതി വെച്ച രേഖകൾ കൃത്യമായി ഇന്ന് മുസ്ലിം ലോകത്തിന്റെ കൈവശം ഉണ്ട്. പക്ഷെ അത് വഹാബിയും സുഹാബിയും അംഗീകരിക്കൂല. എന്റെ പേരെന്താ? പേര് പറയാങ്ങായി. എന്റെ പേര് ഇന്നലെ ചെലവ് പറയാ പോയി കുട്ടിയെ. എന്താ അവന്റെ പേര്? യുക്തിവാദി. അല്ലാതെ എന്താ പറയാ? എന്താ പറയണ്ട നിങ്ങൾ പറയും. എന്താ പറയണ്ട നിങ്ങൾ പറയും. കേരള നദ്വത്തുൽ മുജാഹിദീൻ നാളെ യോഗം കൂടി പറയട്ടെ. ഇവരെന്താ പറയണ്ടത്? മതകീയ കാര്യങ്ങൾ 100% ഹദീസിൽ കിടക്കണതാ. ഹദീസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 100% ഹദീസ് കിട്ടിയാലേ പല വിഷയങ്ങളെയും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഈ ഹദീസുകളിൽ 97% ഒരു വീക്ഷണപ്രകാരം. ഏതിന്റെ 97? അഹ്മദ് ഇബ്നു ഹംബൽ മനപ്പാടുള്ളതിന് 97, അല്ലെങ്കിൽ 0.5%. മനപ്പാടുള്ളതിന് 0.5% തന്നെ മാത്രമേ ഇന്ന് ലോകത്ത് ഉള്ളൂ. എന്നിട്ട് ഞാൻ തെളിവുണ്ടാക്കി കൊടുക്കണം. എന്തിന്? ഖബറിന്റെ അടുത്ത് ഓതുന്നതിന്. മരിച്ച നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളെ വാപ്പ മരിച്ച നിങ്ങൾ ഖുർആനോടും. എന്റെ കണ്യത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓടാം എന്ന് പല മഹാന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖബറിൽ യാസീനോടും തവസ്സുലിയെയും ഇസ്തിആദയെയും ഇതൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഇന്നാലിന്റെ വീക്ഷണ വിശ്വാസ പ്രകാരം ഇന്നാലിന്റെ കാര്യം ചെയ്യുന്നതിൽ മതത്തിൽ യാതൊരു തെറ്റുമില്ല. അതെല്ലാം പുണ്യകർമ്മങ്ങൾ തന്നെ എന്ന് വളരെ വൃത്തിയായി മുൻഗാമികളായ ഉലമാ, ഏതു ഉലമാ? മഹാന്മാര് ഇമാം നവവിയെ പോലെ റളിയല്ലാഹു അൻഹു എന്ന് പറയടോ, ഇമാം ഷാഫിഈയെ പോലെ, മാലിക് ഇബ്നു അനസിനെ പോലെ, അഹ്മദ് ഇബ്നു ഹംബലിനെ പോലെ, അബൂ ഹനീഫത്തെ നുഅ്മാനെ പോലെ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി ബൈത്തുണ്ടാക്കി ആര്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തെ നുഅ്മാന്. മനസ്സിലായില്ലേ? തവസ്സുലിന്
തബറുക്കിന്. മനസ്സിലായോ? പറഞ്ഞു ഇങ്ങനെ ഖബർ സിയാറത്തിന്, എന്ത് മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യാൻ പ്രത്യേകം യാത്ര ചെയ്യുന്നതിന്, മരിച്ചോർ തോന്നുന്നതിന്, കൂട്ടുമായി ദുആ ചെയ്യുന്നതിന്, ഇതെല്ലാം മുൻഗാമികൾ വ്യക്തമായി എഴുതി. മാമൂലിന് കൊണ്ട് നമ്മൾ നടക്കണ്ട. ഉദാഹരണം പറയാ, മാമൂലും കൊണ്ട് നടക്കണ്ട. ഉദാഹരണം പറയാ, ഒരു പെണ്ണിനെ കണ്ടാല് പറ്റിയാല് മുട്ടായി കൊടുക്കണം. ഇതിന് തെളിവുണ്ടോ? ഇതിന് തെളിവുണ്ടോ? ഒരു പെണ്ണിനെ കണ്ടൊരു പുരുഷന് പറ്റിയാൽ, അവരോടാണ് പറഞ്ഞു പോയത്, ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ. ഒരു പെണ്ണിനെ ഒരു പുതിയാപ്പള കെട്ടാൻ ഉദ്ദേശം പോയി കണ്ടു, എന്നിട്ട് അവന് പറ്റിയാൽ ഇന്നത്തെ കാലത്ത് ആദ്യം കൊടുക്കണ്ട, മുട്ടായി മുട്ടായി മുട്ടായി, ആ നാട് മുഴുവൻ തിന്നാ തീരാത്ത മുട്ടായി. ഇതിന് തെളിവുണ്ടോ? ഇല്ല. പറ ഉറക്കെ, തെളിവുണ്ടോ? ഇല്ല. എന്നാ ഇത് സുന്നി വഹാബി ചെയ്യുന്നുണ്ട്. അതിനവർക്ക് പ്രശ്നമല്ല. ഇത് സുന്യാളവിടെ നടക്കുന്നുണ്ട്. പറ, എല്ലാ സുന്യാളും കുറച്ച് സുന്യാളെ ചെയ്യും, കുറച്ച് വഹാബികൾ ചെയ്യും, കുറച്ച് മേത്തേര് ചെയ്യും. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിന് തെളിവുണ്ടോ? പറ, ഇതിന് തെളിവുണ്ടോ? ഇല്ല. മാമൂലാണ്. മാമൂല് ഇവിടെ കൊണ്ടുനടക്കുന്ന ഒരു തെളിവുമില്ല. തെളിവുള്ള ഉലമാ എഴുതി, ആലിമീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? കെട്ടാൻ പോകുന്ന പെണ്ണിനെ കണ്ടുമുട്ട ദിവസം നല്ല തരം മിഠായി വാങ്ങിക്കൊടുക്കൽ സുന്നത്താണ് ഇമാം എഴുതി വെച്ചിട്ടുണ്ടോ? പറയട, ഇല്ല. അപ്പൊ ഇമാമിങ്ങൾ ഒരു കിതാബിലും എഴുതി വെക്കാത്ത മാമൂലികൾ സുന്നികളും മുജാഹിദും ഒക്കെ നടക്കുന്നുണ്ട്. അതിന് ഇവർക്ക് തെളിവ് ആവശ്യമില്ല. അതേ സമയത്ത് മരിച്ചോടത്തോരാണ് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഇവർക്ക് ഇത് ഹദീസിനെ കിട്ടണം. ഇവരൊക്കെ നമ്മളെ കീപ്പട്ടുള്ളതാണെങ്കിൽ ഊരൊക്കെ നാല് ചവിട്ട് കൊടുക്കുന്നു. ഞാൻ ഈ സുന്നി മൂലമരോട് പറയണത്, ഇവരോട് വാദപ്രതിവാദത്തിന് പോയിട്ട് കാര്യമല്ല. എന്തുകൊണ്ട്? 95% 99% അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് മാത്രം മനപ്പാടുള്ളതും നഷ്ടപ്പെട്ടു 99% തീവ്രവാദികളാണ് വാദപാത്രത്തിന് വരിക. അത് നാസുദ്ദീൻ പറഞ്ഞ അംഗീകരിക്കുള്ളൂ. ഇനി മറ്റുള്ള അംഗീകരിച്ചാൽ വലിയ നേട്ടമൊന്നുമില്ല. ആ അംഗീകരിക്കാത്തവർക്ക് ഖുർആനും ഹദീസും തെളിവ് കൊടുക്കുന്ന നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നടക്കണത്? നിങ്ങൾ എന്തിനാണ് ഈ കാളപൂട്ടി നടക്കണത്? മൗലിയന്മാരെ വെറുതെ സുന്യാളെ പറയിപ്പിക്കണം. നിങ്ങളെത്തി തെളിവില്ലേ, ഇഞ്ചത്ത് തെളിവില്ല, നടന്നോ? അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ അംഗീകരിക്കണം. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന മഹാപണ്ഡിതന്മാരുടെ രേഖയിലും കാണിച്ചാലും മതി, പറ, മതിയാകും. എന്നാ ഒരു കുഴപ്പമില്ല. ഈ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നത് എവിടെ ഉണ്ട്? പറ കുട്ടി, എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. അപ്പൊ കണ്യത്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് ചോദിച്ചാൽ എന്തേ ചെയ്തു? അള്ളാഹിനോട് എന്ത് പറയാ? പഠിച്ചോനെ കണ്യത്ത് ചെയ്തു, ആ മനുഷ്യൻ ഞങ്ങൾ നാട്ടിൽ വലിയ പണ്ഡിതനായിരുന്നു, പിന്നെന്താ പറയാനുള്ളത്? നിങ്ങളിത് ചിന്തിക്കണം. അവിടെ ഇപ്പൊ സുന്യാലുള്ള സുന്യാക്ക് സ്വയാദി കിട്ടണം. സുന്യാക്ക് സ്വയാദില്ലാതെ പറയാൻ സുന്യാൾ നിൽക്കും. സുന്നികൾ ബെടക്കായിട്ട് ലോകത്താരും ബടക്കാകാത്ത പോലെയാണ് സുന്നികൾ ബടക്കായിട്ടുള്ളത്. ഞാൻ നാളെ പറഞ്ഞുതരാം. കുറച്ചൊരു 24 മണിക്കൂർ ക്ഷമിക്കും. കേരളത്തിൽ ഒരാളും വടക്കാകാതെ പോലെ വടക്കായത് സുന്നികളാണ്. അത്തരം വഹാബികൾ വടക്കായിട്ടില്ല എന്നാണ് എന്റെ കണ്ടെത്തൽ. എന്തുകൊണ്ട്? ഒരു അദബുമില്ല. എന്തും വിളിച്ചത്, എന്തും നിഷേധിക്കണം, എന്തും. നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ ലോകത്തിന് സംഭവിച്ച ദുരന്തങ്ങളാണ്. ഇവരെയൊക്കെ അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. നിങ്ങൾ ചിന്തിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നല്ലൊരു ഉദാഹരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ തജ്വീദ്, ഖിറാഅത്ത്, ഖുർആനോത്തിന്റെയും ട്രാൻസ്ഫോമറായ ഒരു മഹാനുണ്ട്. ആ മഹാനെ മറികടന്ന് ഒരു വഹാബിയുടെ കയ്യിൽ ഖുർആന്റെ സനദില്ല, സുന്യളയില്ല. അതാരാ? അത് ബഹുമാനപ്പെട്ട ഇമാം
മുഹമ്മദ് ജസ്രിയ റളിയല്ലാഹു അൻഹു ലോകത്ത് ഖുർആൻ ഓത്തില്ലേ തജ്വീദ് ഒന്ന് പറ മനുഷ്യ തജ്വീദ് ഖുർആൻ ഓത്തിന്റെ ട്രാൻസ്ഫോമർ ആണ് ആര് ഇബ്നുൽ ജസ്രി റളിയല്ലാഹു അൻഹു അവരെ മറികടക്കുന്ന ഒരു ഖുർആന്റെ സനദ് ഒരു വഹാബിയായ ഒരു മൗലവിയുടെ കയ്യിൽ ഒരു ഖുർആൻ തജ്വീദിന്റെ സനദ് ഉണ്ടെങ്കിൽ ആ സനദ് എവിടെ ഉണ്ടാവും ആ സനദിൽ ആരെ പേരുണ്ടാവും ഇബ്നുൽ ജസീറിന്റെ പേരുണ്ടാവും ജസ്രി ഇമാമിന്റെ പേരുണ്ടാവും ജസ്രി ഇമാമിന്റെ പേരില്ലാത്ത ഒരു സനദ് ഒരു വഹാബികൾക്ക് കൊടുക്കാൻ കഴിയൂല അത്രയും വലിയ ഒരാൾക്ക് അല്ലാഹു തആല ഖുർആൻ പഠിപ്പിച്ചാൽ അതിനേക്കാൾ വലിയ ആളുണ്ടാവും ഒന്ന് പറ മനുഷ്യ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു ഞാൻ വേറെ ആരും പറയുന്നില്ല ഒറ്റ ഉദാഹരണം ഇപ്പൊ എടവണ്ണയാണെങ്കിലും അരീക്കോടാണെങ്കിലും അല്ലാത്താണെങ്കിലും ഇനി സോഷ്യൽ മീഡിയയിൽ വരെ എന്തുണ്ട് തജ്വീദ് പഠിപ്പിക്കുന്നുണ്ട് അതിന് സനദുണ്ട് ആ സനദിൽ ആരുടെ പേരുണ്ട് മുത്തുനബി ആ സനദ് ആരിലൂടെ വരുന്നത് ഇബ്നുൽ ജസ്രിയിലൂടെ അൽ മുഖദ്ദിമത്തുൽ ജസ്രിയ തജ്വീദ് അറിയുന്ന വഹാബികൾക്കൊക്കെ കാണാപ്പാടാം തജ്വീദ് അറിയുന്ന സുന്നികൾക്ക് കാണാപ്പാടാം അൽ മുഖദ്ദിമത്തുൽ ജസ്രിയ ആരുടെ കിതാബ് മഹാനായ ഇബ്നുൽ ജസ്രി തങ്ങളുടെ കിതാബ് നിങ്ങൾ ഇതിന്റെ കൂടെ വരണം കേട്ടോ ഇതിനേക്കാൾ വലിയ അറിവെന്താ ഇത്രയും വലിയ അറിവല്ലേ ഈ പറഞ്ഞു തരുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പൊ ഇന്ന് മുസ്ലിം ലോകം പറയാവുന്ന പരിശുദ്ധ ഖുർആൻ ഓത്തിന്റെ തജ്വീദിന്റെ അതേ സമയത്ത് അവര് ഖുർആൻ തഫ്സീറിന്റെ ട്രാൻസ്ഫോമറാണ് മുഹദ്ദിസീങ്ങളുടെ ട്രാൻസ്ഫോമറാണ് ഫിഖ്ഹിന്റെ ട്രാൻസ്ഫോമറാണ് വിജ്ഞാനത്തിന്റെ ഒരു മഹാപ്രതിഭയാണ് ആര് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസ്രി റളിയല്ലാഹു അൻഹു ജസ്രി ഇമാമിലൂടെ അല്ലാത്ത ഒരു തജ്വീദിന്റെ സനദ് ഇന്ന് ലോകത്ത് ഇല്ല ഒരു പട്ടിക്കാട്ടും ഇല്ല ഒരു സമസ്തയിലും ഇല്ല ഒരു എപിയിലും ഇല്ല ഒരു സംസ്ഥാനയിലും ഇല്ല ഒരു വഹാബിയിലും ഇല്ല ഒരു ജമാഅത്തും ഇല്ല ഇബ്നുൽ ജസ്രിയെ മറികടക്കുന്ന അഥവാ പരിശുദ്ധ ഖുർആന്റെ ഓത്തിന്റെ ട്രാൻസ്ഫോമർ ആണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ജസ്രി റളിയല്ലാഹു അൻഹു ഉറക്കെ പറയണ്ട റളിയല്ലാഹു അത്രയും വലിയ ആളാണ് അത്രയും വലിയ ആളാണ് അല്ലാഹു ദർജ കൊടുക്കട്ടെ നമ്മൾ ചിന്തിക്കണം ഈ മനുഷ്യൻ ഹിജ്റ 751 ജനിച്ചു ഹിജ്റ 833 റബീഉൽ അവ്വലിൽ വെള്ളിയാഴ്ച മരിച്ചു റബീഉൽ അവ്വൽ വെള്ളിയാഴ്ച മരിക്കണം റമദാനിൽ ജനിച്ചു റബീഉൽ അവ്വലിൽ വെള്ളിയാഴ്ച മരിച്ചു ആര് ഇബ്നുൽ ജസ്രി റളിയല്ലാഹു അൻഹു ചിന്തിക്കണം അദ്ദേഹത്തിന് ഒരു വലിയ മൗലൂദ് കിതാബുണ്ട് അതാണിത് നമ്മളെ മങ്കൂസ് പോലെ ഞാൻ നിങ്ങൾ ശരിക്കും കേൾക്കണ്ടേ ഇത്രയും വലിയ മഹാന് അദ്ദേഹത്തിന് തജ്വീദിൽ കിതാബുണ്ട് എന്തുണ്ട് മൗലൂദ് കിതാബുണ്ട് റസൂലുള്ളാഹിന്റെ മൗലൂദ് ഏതുപോലെ ശറഫൽ അനാമി പോലെ പിന്നെ മങ്കൂസ് പോലെ ബുർദ പോലെ ഉള്ള ഒരു മൗലിദിന്റെ കിതാബും ആർക്കുണ്ട് ജസ്രി ഇമാമിനുണ്ട് അർഫുത് തഅരീഫ് ബിൽ മൗലിദ് ശരീഫ് എന്നാണ് ആ കിതാബിന്റെ പേര് എന്താണ് കിതാബ് അവരാരാ അബുൽ ഖൈർ മുഹമ്മദ് അൽ ഹാഫിൽ അൽ മുഖ്രി ലക്ഷക്കണക്കിന് അനിത്വാനെ പാടുള്ള മഹാനാണ് ലക്ഷക്കണക്കിന് അനിത്വാനെ പാടുള്ള അൽ ഇമാം അൽ ഹാഫിൽ അൽ മുഖ്രി അവരെ ഒരു പ്രധാനപ്പെട്ട പേരാണ് സാധാരണ ഇമാമിങ്ങൾക്ക് ഇമാമെന്ന പേരുണ്ടാവുള്ളൂ ഇവർക്ക് അൽ ഇമാം അൽ മുഖ്രി എന്നും കൂടി പേരുണ്ട് എന്താ മുഖ്രി എന്ന വാക്കിനർത്ഥം ഓത്ത് പഠിപ്പിച്ച ആള് ലോകത്തിന് അൽ ഹാഫിൽ ഹദീസ് മനപ്പാടമുള്ള മഹാൻ ഇവിടെ ഹാഫിലിന്റെ അർത്ഥം ഹദീസ് മനപ്പാടമുള്ള മഹാൻ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാൻ അൽ ഹാഫിൽ അൽ ഇമാം സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന പണ്ഡിതൻ അൽ മുഖ്രി പറയുമോനെ ഓത്ത് പഠിപ്പിച്ച മഹാൻ അബുൽ ഖൈർ മുഹമ്മദ് ഇബ്നുൽ ജസ്രി അശ്ശാഫിഈ അൽ അശ്അരി അൽ ഖാദിരി ഇതൊക്കെ പേരാണ് ഖാദിരി ത്വരീഖത്തുകാരനാണ് വലിയ മഹാനാണ് ഇമാം അവരെ മറികടക്കുന്ന ഒരു സനദ് വഹാബികളില്ല ഏത് വഹാബികളില്ല ഈ മഹാന്റെ മൗലൂദ് കിതാബാണ് അർഫുത് തഅരീഫി ബിൽ മൗലിദ് ശരീഫ് ചിന്തിക്കണം അദ്ദേഹത്തിന്റെ തിൽമീദാണ് ഹാഫിൾ ഇബ്നു ഹജർ അസ്കലാനി
അദ്ദേഹത്തിൽ നിന്ന് ഓത്ത് പഠിച്ച ആളാണ് ആര്? പറയ കുട്ടി, നിങ്ങൾക്ക് അറിയാലോ. അസ്കലാനി തങ്ങൾ അറിയാത്ത ആളാരാ? ലോകം കണ്ട മഹാനായ ആര്? ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി. അവരിൽ നിന്ന് ഓത്ത് പഠിച്ചതാ. അസ്കലാനി തങ്ങളെ മക്കളും ഇവരിൽ ഓത്ത് പഠിച്ച. എന്നല്ല ആരൊക്കെ? ബഹുമാനപ്പെട്ട ബുർഹാനുൽ ബിഖാഇ, സൈൻ റിദ്വാനുൽ അഖ്ബി, അത്തഖി ഇബ്നു ഫഹദ്, ഇസ്സ് ഇബ്നു ഫുറാത്ത്, അബൂബക്കർ മുർശിദ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ എത്ര വലിയ മഹാന്മാരാണ്. ഷിയാബുൽ അംയൂത്തി, അൽ ജമാൽ ഹുസൈൻ ഷിറാസി, ഇങ്ങനെ ലോകം കണ്ട മഹാപണ്ഡിതന്മാർക്കെല്ലാം അങ്ങനെ 10,000ങ്ങൾക്ക് ഓത്ത് പഠിപ്പിച്ച് ഇന്നും എനിക്കും ഓത്ത് പഠിപ്പിച്ചത് ഇന്റെ സനദിലും ആരുണ്ട്? സമസ്തയുടെ കായായിരുന്ന പട്ടർക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ് എന്റെ കാര്യം. എന്റെ ഓത്തിന് ഉസ്താദ് അവരാ. എന്റെ സനദിൽ ആരുണ്ട്? ഇബ്നുൽ പറ ജസ്രിമാമുണ്ട്. ജസ്രിമാം ഇല്ലാത്ത ഒരു സനദ് ലോകത്ത് ഇന്ന് കാണൂല. ഇത്രയും വലിയ മഹാനവര്. നിങ്ങൾ കേട്ടോളൂ, വലിയ മഹാനാണ്. ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾക്കറിയാം, ഒത്തുപഠിപ്പിച്ച മഹാനാണ്. ഈ മഹാന്റെ കിതാബാണ് ഈ കിതാബ്. ഇവരെന്തിനെ പറ്റി? റബീഉൽ അവ്വലിൽ മൗലൂദ് ഓതലിനെ പറ്റി എഴുതിയ കിതാബാണ്. നമ്മൾ നേരായി ആലോചിക്കുകയാണെങ്കിൽ ഈ മഹാൻ മൗലൂദ് ഓതണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഈ മഹാന്റെ കിതാബ് വഹാബി കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യ കാലത്തൊക്കെ ആലോചിച്ചിരുന്നു, ഇവർ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയാലെങ്കിലും മൗലൂദിനെ എതിർക്കണത് നിർത്തും. ആര്യം തിന്നു, ആശാരിച്ചേൻ കടിച്ചു, പട്ടി മുന്നോട്ട് തന്നെ. ഇവര് നിർത്തൂല. ഇവരെ ഓത്തിന്റെ സനദിൽ ആരുണ്ട്? ഖുർആൻ പഠിപ്പിച്ച സനദ്. ഇയാളൊരു മുബ്തദിയാണെങ്കിൽ സനദിലൊക്കെ പാടുന്നു. എനിക്ക് ഒരു കിതാബിന്റെ രേഖ കിട്ടിയാൽ ഞാൻ ആദ്യം പരിശോധിക്ക ഇയാള് ഷിയയാണോ? ഷിയാണോ? എത്ര വലിയ വാക്ക് പറഞ്ഞാലും തള്ളിക്കളി, സെക്കൻഡ് തള്ളും. എന്തുകൊണ്ട്? ഷിയാക്കൾ പറഞ്ഞ വേദി പറയാൻ പറ്റൂല, നമ്മൾ അംഗീകരിക്കാവുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഈ ജനങ്ങൾ ഇവിടെ ചിന്തിക്കണം. ഇന്ന് വഹാബികൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസ്രി റളിയല്ലാഹു അൻഹു. ഈ മഹാന്റെ മൗലൂദ് കിതാബ്, മൗലിദിനെ പറ്റി അദ്ദേഹം എഴുതിയ ഒരു രേഖ പിന്നീട് ബഹുമാനപ്പെട്ട ഇമാം സഖാവി തന്റെ അജ്വിബത്തുൽ മർദിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? വമിൻ ഖവാസിഹി റബീഉൽ അവ്വലിൽ നിങ്ങളെ പരയിൽ ഒരു മൗലിദ് ഉണ്ടാക്കുകയോ മൗലിദിന്റെ സദസ്സുകളിൽ നിങ്ങൾ ഉണർന്നിരിക്കണോ? നിങ്ങൾ ചെയ്താൽ നിങ്ങളെ പരയിൽ മൗലിദ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മൗലിദിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയോ ചെയ്താൽ അന്നഹു ഖവാസുഹു, അതിന്റെ പ്രത്യേകത അന്നഹു അമാനുൻ, അതൊരു അമാനാണ്, അതൊരു വിശ്വസ്തതയാണ്, അതൊരു സുരക്ഷയാണ്. താമുൻ, പൂർണ്ണമായ സുരക്ഷിതത്വമാണ്. ഫീ ദാലിക്കൽ ആമി, ആ വർഷം മുഴുവനും അവൻ ആപത്ത് ഉണ്ടാവില്ല. ആരാണ് എഴുതിയച്ചത്? ഇമാം ജസ്രി. ആരാ ഇമാം ജസ്രി? ലോകത്ത് മുഴുവനും ഖുർആൻ പഠിപ്പിച്ച മഹാനാണ്, സംശയമില്ലാത്ത പണ്ഡിതനാണ്. അന്നഹു അമാനുൻ, അതൊരു സുരക്ഷിതത്താണ്. ഇത് നമ്മളെ വാപ്പാര് പറഞ്ഞിട്ടുണ്ട്, വല്യമാർ പറഞ്ഞിട്ടുണ്ട്. അതൊരു മൗലിദിന് അർത്ഥം ചെറുതായപ്പോലും പഠിച്ചോനെ ഇനി എന്താ വരികയാണാവോ? ഒരു റബീഉൽ അവ്വലിൽ 4 ആളെ 10 ആളെ വിളിച്ചാൽ ചോറ് കൊടുത്താൽ ഓർമ്മല്ലേ ഒക്കെ ചോറ് നമ്മളെ വാപ്പാര് വല്യപ്പാര് എന്ത് പറയും? അൽഹംദുലില്ലാഹ്, ഇത് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് തടസ്സം കൊല്ലം അൽഹംദുലില്ലാഹ്, അടുത്ത കൊല്ലം വരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മരിച്ചോലേ, മരിച്ചോട്ടെ, മരിച്ചോലെ ബുദ്ധിമുട്ടല്ലല്ലോ. ഇമാം കിട്ടി വെച്ചാൽ മതി, ഞാൻ അബദ്ധമൊന്നും ഉണ്ടാവില്ല. കോണിക്കൈന്റെ മുകളിലൂടെ കുട്ടികൾ പടിമ കൂടെയാണ് വീണ് താഴത്തെത്തിയാലും ഒന്നും പറ്റിയില്ല. അപ്പൊ തന്നെ വല്യമ്മ എന്ത് പറയും? അൽഹംദുലില്ലാഹ് ഒക്കെ ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചിട്ടുണ്ട്. ആ റസൂലാണ് മൗലിദിന്റെ വർക്കത്താണ് കാണുന്നത്. ഇല്ലേ? ഇത് പറയില്ലേ? ഇത് ഏതോ വല്യമ്മ പറഞ്ഞതുമല്ല, ഇമാം ഇബ്നുൽ ജസ്രിയാണ് പറയുന്നത്. എന്ത്? അന്നഹു അമാനുൻ, അതൊരു സുരക്ഷിതത്വമാണ്. താമുൻ പറയേ, വിസക്കാർക്ക് വരെ അറിയാലോ താമുൻ അറിയുന്ന അർത്ഥം. താമുൻ, പൂർണ്ണമായ സുരക്ഷിതത്വമാണ്. ഫീ ദാലിക്കൽ ആമി, ആ വർഷം മുഴുവനും എന്നാണ് അവരുടെ ഫത്വ. എന്തിനെ പറ്റി? മൗലിദിനെ പറ്റി. മൗലിദിനെ പറ്റി കിതാബ് ഉണ്ടാക്കി. എന്നിട്ട് കിതാബ് ഉണ്ടാക്കിയിട്ട് എത്രയാണ് കാര്യങ്ങൾ അതിൽ പറയുന്നതെന്നറിയോ? കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് അതിൽ.
ഇത് മൗലിദ് തുടങ്ങിയിട്ടാ നല്ല രസമുണ്ട് മൗലിദിന്റെ തുടക്കം. അൽഹംദുലില്ലാഹില്ലദീ ജഅല ശഹ്റ റബീഉൽ അവ്വൽ ബിൽ മൗലിദി ശരീഫ് റബീഉൽ ഖുലൂബ്. റബീഉൽ അവ്വൽ മാസത്തെ ഹൃദയങ്ങളെയെല്ലാം തളിരണിയിപ്പിക്കാൻ വസന്തോത്സവമാക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണ് റബീഉൽ അവ്വൽ മാസം. അങ്ങനത്തെ മാസത്തെ നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്നിട്ട് 2 വരി കഴിഞ്ഞിട്ട് ഒരു ബൈത്ത ലിഹാദ ശഹ്രി ഫിൽ ഇസ്ലാമി ഫളലുൻ വഇഫ്ളാലു യഫൂഖു അലൽ ജമീഇ സുമാഹു വഹുവ വൽ മൗലൂദു ഫീഹി റബീഉൻ ഫീ റബീഇ. ലിഹാദ ശഹ്രി ഫിൽ ഇസ്ലാമി ഫളലുൻ. ഇസ്ലാമിൽ റബീഉൽ അവ്വൽ മാസത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. കാരണം അത് റഹ്മത്തുൽ ലിൽ ആലമീൻ ജനിച്ച വർഷം. ഇതിപ്പോ ഇന്ന് ഞാനാണ് പറയാണ്, എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ റബീഉൽ അവ്വലിന് ഫദ്ലുണ്ട് എന്ന് ഞാൻ റബീഉൽ അവ്വൽ മാസത്തിന് ഫദ്ലുണ്ട് ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ അതിൻ്റെ ക്ലിപ്പ് എങ്ങാനും പുറത്ത് വന്നാൽ ഒരു 25 വഹാബികളെങ്കിലും വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കും. എന്ത് ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസുകളിൽ നിന്നോ റബീഉൽ അവ്വലിന് മാറ്റമുണ്ട് എന്ന് തെളിയിച്ചാൽ ഒരു പൊടിയിനോ. എങ്ങനെയുണ്ട്? ഇത് ഇബ്നുൽ ജസരിയുടെ വാക്ക. ലിഹാദ ശഹ്രി ഫളലുൻ. ഈ മാസത്തിന് ഫളലുണ്ട് ഫിൽ ഇസ്ലാമി. ഇസ്ലാം മതത്തിൽ തന്നെ ഫളലുള്ള മാസം എന്ത് മാസം മാത്രമല്ല, റമളാനും ദുൽഹജ്ജും മാത്രമല്ല, എന്തുണ്ട് റബീഉൽ അവ്വലിന് ഇസ്ലാമിൽ ഒരു ഫളലുണ്ട്. കാരണം അത് അതിന് കുട്ടി ജനിച്ചിട്ടുണ്ട്. അത് ലോകത്തിന്റെ കരുണയാണ്, മുഹമ്മദ് മുസ്തഫയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൗലിദ് തുടങ്ങണത്. എന്നിട്ട് ഒരുപാട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹിന്റെ ഉമ്മ കണ്ട അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. നേരല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ ഉമ്മ കണ്ട അത്ഭുതങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് എന്ത് വരെ പറയുന്നുണ്ട് എന്നറിയോ? എന്ത് പറയുന്നുണ്ട്? ഇതാ അബൂലഹബ് മരിച്ചതിന് ശേഷം ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ സ്വപ്നം കണ്ട ആൾ ചോദിച്ചു, മഹാലുക്ക, നിങ്ങൾ അവസ്ഥ എന്താണ്? അപ്പൊ അബൂലഹബ് പറഞ്ഞു, ഫിന്നാരി, ഞാൻ നാറ് തന്നെയാണ്. ഇല്ല അന്നഹു യുഖഫഫു അലയ്യ കുല്ല യൗമി ലൈലത്തുൽ ഇസ്നൈൻ. എനിക്ക് തിങ്കളാഴ്ച ചെറിയ ഒരു ലഘൂകരണമുണ്ട്. അപ്പോൾ അമുസ് മിംബൈന ഉസ്ബഅയ ഹാതൈനി, എൻ്റെ ഈ 2 വിരലുകൾക്കിടയിൽ മാഉൻ, വെള്ളം വരികയും ആ വെള്ളം ഞാൻ ഈമ്പി കുടിക്കുകയും ചെയ്യാറുണ്ട് തിങ്കളാഴ്ച ദിവസം. അഷാറ ഇലാ റഅസി ഇസ്ബഇഹി, വിരലിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഒന്നിങ്ങനെ അബൂലഹബ് ചൂണ്ടിക്കാട്ടി. ഇന്ന ദാലിക ബിഇഅ്താഖി സുവൈബ ഇൻദമാ ബശറതനി ബിവിലാദത്തി മുഹമ്മദിൻ. മുഹമ്മദ് എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ അടിമപ്പെണ്ണായ സുവൈബത്തുൽ അസ്ലമിയാണ് എന്നോട് അത് വന്ന് പറഞ്ഞത്. ആ പെണ്ണിനെ ഞാൻ ആ ദിവസം തിങ്കളാഴ്ച നബിത്തങ്ങളുടെ ഇത് കേട്ട കാരണത്താൽ സന്തോഷിച്ച് മോചിപ്പിച്ചല്ലോ. അത് കാരണത്തിൽ തിങ്കളാഴ്ച എനിക്ക് നരകത്തിൽ ഒരു ചെറിയ ഇളവുണ്ട് എന്ന് ഇതിലുണ്ട്, ഈ മൗലിദുണ്ട്. എന്നിട്ട് ഇമാം പറയാണ്, കുൽത്തു വഖദ് ബലഗനാ മഅനാ ഹാദാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂലഹബിന് ഇങ്ങനെ ഒരു ഇളവുണ്ട് എന്ന് റസൂലുള്ള പറയുന്നതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഹദീസൊന്നും ലോകത്തില്ല. മനസ്സിലായില്ല? കുൽത്തു, നിന്റെ അഭിപ്രായം പറയാ, മറ്റേ താരീഖാണ്, എന്റെ അഭിപ്രായം പറയാ. ഈ വാക്ക് നബി പറയുന്ന വിവരം എന്റെ കയ്യിലുണ്ട്. ഏത് വാക്ക്? പറയടാ. അബൂലഹബിന് എൻ്റെ കുട്ടികളായതുകൊണ്ടാണ് കേട്ടാ, എൻ്റെ മക്കളെ 10-25 കൊല്ലത്തെ എൻ്റെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വലിയവരോടല്ല, എൻ്റെ കുട്ടികളോടാണ്, ഷമീറിനെ പോലെയുള്ള കുട്ടികളോടാണ് പറയുന്നത്. മനസ്സിലായില്ലേ കുട്ടികളെ? ചിന്തിക്കണം. അതായത് തിങ്കളാഴ്ച ദിവസം എനിക്ക് ലഘൂകരണം ഉണ്ട് എന്ന് അബൂലഹബ് പറഞ്ഞ വിവരം ആരും പറഞ്ഞിട്ടുണ്ട്. നബിത്തങ്ങൾ പറഞ്ഞ വിവരവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ഹദീസ് ലോകത്ത് ഇല്ല. അങ്ങനെയുണ്ട്? കഴിഞ്ഞില്ല. നബിയെ പ്രസവിക്കപ്പെട്ട ഷെഅബിലാണ്, മക്കയിലെ. അത് അറിയപ്പെട്ട ഒരു സ്ഥലമാണ് മക്കയിലെ ഷെഅബ്. മുത്തവാത്തിർ ഇൻദ അഹ്ലി മക്ക. നീ കണ്ണൊന്ന് തുറന്ന് കേൾക്ക്, ചെവി തുറന്ന് കേട്ട് കണ്ണ് തുറന്ന് കാണും. യഖ്റുജു ഇലൈഹി അഹ്ലു മക്ക. നബി തങ്ങളെ പ്രസവിച്ച സ്ഥലത്തേക്ക് മക്കക്കാർ പുറപ്പെടും. കുല്ലആമിൻ, എല്ലാ വർഷവും. യൗമൽ മൗലിദി, റബീഉൽ അവ്വൽ 12 അന്ന്. വയഹ്തഫിലൂന ബിദാലിക, അന്ന് മക്കക്കാർ ആഘോഷം നടത്തും.
പെരുന്നാളിന്റെ ആഘോഷത്തെക്കാൾ വലിയ ആഘോഷമാണ് ആ ദിവസങ്ങളിൽ എവിടെ നടക്കുക? മക്കയിൽ. ഉറക്ക കേൾക്കി കുട്ടി, മനസ്സിലായില്ലേ? ആരാണ് എഴുതുന്നത്? ഇബ്നുൽ ജസരി തങ്ങൾ, ലോകത്തെ ഖിറാഅത്തിന്റെ ഇമാമ്. എഴുതാ എന്ത്? മക്കക്കാര് ആഘോഷിച്ച് മസ്ജിദുൽ ഹറാം കൊണ്ട് പുറപ്പെട്ടു നബി പ്രസവിക്കപ്പെട്ട വീട്ടിലേക്ക്. എന്നിട്ട് അവര് ആഘോഷിക്കും, സന്തോഷിക്കും. പെരുന്നാൾ ദിവസത്തേക്കാൾ വലിയ ആഘോഷമാണ് മക്കയിൽ എന്ന് നടക്കുക. റബീഉൽ അവ്വൽ 12 നടക്കാറുണ്ട്, കണ്ട് ഉണ്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെയും നടക്കുന്നുണ്ട്. ഇലാ യൗമിന ഹാദാ. കഴിഞ്ഞില്ല. വഖദ് സുർതുഹു, ഞാൻ നബി പ്രസവിക്കപ്പെട്ട സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ബർക്കത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഹജ്ജ് ചെയ്ത കൊല്ലം ഹിജ്റ 792 ഞാൻ ഹജ്ജ് ചെയ്തത്. ആ കൊല്ലം ഞാൻ അവിടെ കൂടിയിട്ടുണ്ട്. വലിയ വലിയ ബർക്കത്ത് ആ സ്ഥലത്ത് ബർക്കത്ത് എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. കറർത്ത് സിയാറത്തഹു, ഞാൻ പിന്നെയും റസൂലുള്ള പ്രസവിക്കപ്പെട്ട സ്ഥലത്തെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഇങ്ങോക്കി ഞാൻ ഒരിക്കൽ ആ സ്ഥലത്തെത്തിയപ്പോൾ അലയ കിതാബി, എന്റെ ഈ കിതാബ് അവിടെ ഓതപ്പെട്ടു. ഷരീഫ് എണ്ണം കണക്കാക്കാൻ കഴിയാത്ത ആളുകൾ അന്ന് ആ മൗലിദിൽ വന്നുകൂടി. വലിയ പരിപാടിയായിട്ടാണ് എൻ്റെ മൗലിദ്, എൻ്റെ കിതാബ് ആ സ്ഥലത്ത് വെച്ച് നടന്നത്. ഇതൊന്നും നടക്കുന്നുണ്ട്. ചെറിയ നാളിനേക്കാളും വലിയ നാളിനേക്കാളും വലിയ പെരുന്നാള് റബീഉൽ അവ്വലിന്റെ പെരുന്നാളാണ്. എവിടെ? മക്കയില്. ഇന്നും അങ്ങനെയാണ് എന്ന്. എന്നിട്ട് ഇതിലെ ഇനി ബെയ്ത്തായിട്ടോളൂ, നമ്മളെ അതേ ബെയ്ത്ത് ഷറഫല മങ്കൂസിലുണ്ടല്ലോ. ഇനി ഇതിലെ ബെയ്ത്താ. യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി ജാതി മൗലിദിഹി ശരീഫി ബശായിറു വഖവാരിഖുൽ ആദാതി ലൈലത മൗലിദി. പല ഇമാമിങ്ങൾ കൈമാറി വന്നൊരു ബെയ്ത്തായിരിക്കും. പല മൗലിദ് അവരിത് ഉണ്ടാവും. ഈ ബെയ്ത്തിലുണ്ട്. ഇതിപ്പോ അർഫത്തായിരിക്കും എന്ന ഇബ്നുൽ ജസരി തങ്ങളെ കിതാബിലുണ്ട്. എവിടെയുണ്ട്? നമ്മുടെ എന്തിലുണ്ട്? മങ്കൂസിലുണ്ട്. എന്നിട്ടുന്നില്ല. നിങ്ങൾ ചിന്തിക്ക്. ആരും പൈസ തരാതെ പോകില്ല. അടക്ക് ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ മതത്തിലെ യുക്തിവാദികൾ ഇന്ന് എന്ത് ഷടിക്കുന്നവരാണ്. ഒരു മൂല്യരായാലും വേണ്ടില്ല, ഔലിയായാലും വേണ്ടില്ല. എനിക്ക് സ്വഹീഹായ ഹദീത്ത് കിട്ടിയാൽ ഞാൻ ആ മതനിയമം അംഗീകരിക്കൂ എന്ന് ഇന്ന് വിളിച്ചു പറയുന്നവൻ ആരാണ്? മതത്തിലെ യുക്തിവാദിയാണ്. അവർക്ക് കൊടുക്കാൻ മാത്രമുള്ള സ്വഹീഹായ ഹദീത്ത് ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ ഇല്ല. എന്നാൽ മുസ്ലിങ്ങൾക്ക് നഷ്ടവും ഇല്ല. കാരണം ഇതിൽ നിന്നൊക്കെ നിയമങ്ങൾ കണ്ടുപിടിച്ച ലക്ഷോപലക്ഷം ഇമാമിങ്ങളുടെ വാക്കുകളും കിതാബുകളും ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിൽ മുതവാത്തിറായി, സുസംഘടിതമായി, സുസജ്ജമായി, സുഭദ്രമായി നിലനിൽക്കുന്നുണ്ട്. ഇതിനെ പേടിക്കണേ. പക്ഷേ ഖുർആന്റെയും ഹദീസിന്റെയും പുറമെ എന്ത് അംഗീകരിക്കണം? അത് നോക്കി കാര്യങ്ങൾ തീരുമാനിച്ചെഴുതിയ ഇമാമിങ്ങളെ കിതാബോ രേഖയോ കൂടി കിട്ടണം എന്നുള്ളിടത്തേക്ക് മതത്തിലെ യുക്തിവാദി ഇറങ്ങി വന്നാലേ അവൻ യഥാർത്ഥ മതവിശ്വാസി ആകൂ. അവിടേക്ക് ഇറങ്ങിയ ശൂന്യവും. മറ്റോടത്തേക്ക് യുക്തിവാദി ഇറങ്ങിയാൽ, നിരീശ്വരവാദി എനിക്കറിയാത്തവും ലോകത്തുണ്ട് എന്നറിഞ്ഞാൽ അവൻ ദൈവവിശ്വാസിയാവുന്നത് പോലെ ദൈവവിശ്വാസി എന്ന് പറയുന്ന ഈ യുക്തിവാദി മഹാന്മാരെ വാക്കും ഞാൻ അംഗീകരിക്കും എന്നിടത്തേക്ക് എറിഞ്ഞാൽ ആരായി? പറ. സുന്നിയയിൽ എന്തിനു പറയുള്ളൂ? ഇവർക്ക് അറിയാത്തരാൻ കഴിയില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 മണിയായി. ചെമ്പും ചരക്ക് എടുത്തേക്കാൻ മതി ആയി. കുറച്ച് കരി പറ്റിയ കുറച്ച് ചോറ് മാത്രമേ ബാക്കിയുള്ളൂ. ആരും ഒഴിവാക്കിയിട്ട് ലേശം എന്താ കച്ചമ്പറും കൂടി ബാക്കിയുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
അവിടെ ഒന്നുമില്ല. മട്ടൻ ചാപ്സും ചിക്കൻ പൊള്ളിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നല്ല പളം നിറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല 1-ാം നമ്പർ എന്താ പറയാ, നല്ല അറേബ്യൻ കഹ്വ ഉണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. അപ്പൊ 2 മണിക്ക് വന്ന ഒരുത്തൻ എന്ത് ചെയ്തു, വാശി പിടിച്ചു. എന്ത്, ഞാൻ കല്യാണം അംഗീകരിക്കണമെങ്കിൽ എനിക്ക് പറ എന്ത് വേണം, മട്ടൻ ചോപ്സും ചിക്കൻ 65ഉം. പറഞ്ഞൂടെ എനിക്ക് പറ നല്ല 1-ാം നമ്പർ എന്താ പറയാ, ശരി പുൽശ്ശേരി. ഞാൻ പറഞ്ഞില്ലേ, നല്ല 1-ാം നമ്പർ പായസവും 4 ഊട്ടാനും ഞാൻ ഇങ്ങനെ വെച്ചാലേ അഹമ്മദാജി നിങ്ങളെ മകളെ കല്യാണം ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് പറയുമ്പോ അഹമ്മദാജി പായ എന്തിന് കിട്ടോ ഓടെ പണി നോക്കി നല്ലോടെ പറയണ്ട്. അത് എന്റെ ഉത്തരവാദിത്താണ് നേരത്തെ വരിക എന്നുള്ളത്. ഇപ്പൊ വന്നീന് തലയിൽ മുണ്ടിട്ട് ബാഗ് മുണുങ്ങിപ്പോയിക്കോ. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇത്തരത്തിൽ വർത്താനം പറയണ്ടുള്ളൂ. മൂല്യന്മാർ പോയാ സയ്യാദ് കിട്ടണം. ഓ തൽക്കീനോദാൻ സയ്യാദ് കിട്ടണം. ഇതൊക്കെ പറയുമ്പോ തന്നെ മക്കളെ മനസ്സിൽ കുടുകൂടിയാണ്. കാരണം എന്തുകൊണ്ടും ഒരാളിയാക്ക വഹാബിയ അപ്പൊ തന്നെ ചവിട്ടുന്നുണ്ട്. എന്തിനാ ഈ ജാതി മൂല്യന്മാർ? ഇവന് തെൽക്കീന് കാണിച്ചു കൊടുക്കണം. ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് 40 ലക്ഷം ഹദീസിൽ 99.4 തീർന്നു. എന്നിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കണം. കിതാബ് നോക്കിയാ പോരാ, കിതാബിൽ എന്തുണ്ട് പറേ. തെൽക്കീൻ ചെല്ലേണ്ടതും തെൽക്കീൻ ചെല്ലേണ്ട നേരവും ഇരിക്കേണ്ട കോലും മനസ്സിലായില്ലേ, ചൊല്ലിക്കൊടുക്കും എല്ലാം എവിടെ ഉണ്ട് പറ. അത് നല്ലതാണ് എന്ന് കിതാബിലുണ്ട്, വേണമെങ്കിൽ ചെയ്തോ, നല്ലതാണ്. ചെയ്താലും ചെയ്തില്ല പാപ മരിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ചെല്ലിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരാൾ ചെല്ലണില്ല, അതുകൊണ്ട് അവന് പാപ്പ മരിക്കാറിയാവോ? പാപ്പ മരിച്ചു എന്നുള്ള നേരന്നെ, പക്ഷേ ചെല്ലിയാൽ നല്ലതാണ്. ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇമാം പറഞ്ഞത് മഹദൂം പറഞ്ഞാൽ മതി, കണ്ണെ തുറന്നാൽ മതി, കണ്ണെ തുറന്നാൽ മതി, കണ്ണെ തുറന്നു കുത്തുബി പറഞ്ഞാൽ മതി. പോരെ പറ കുട്ടി പോരെ, എനിക്ക് മതി CM പറഞ്ഞാൽ മതി, CM പറഞ്ഞാൽ മതി, എനിക്ക് CM പറഞ്ഞാൽ മതി, തൃപ്പഞ്ചേമൊഴി പറഞ്ഞാൽ മതി. പോരെ പറയട പോരെ, എമ്പാടല്ലേ അള്ളാന്റെ ആയിരിക്കങ്ങളല്ലേ അവരൊക്കെ. നമ്മള് ഇപ്പന് പായ എന്തിനാ ഹദീസ് ഉണ്ടാക്കുന്നത്? എവിടുന്ന് ഹദീസ് ഉണ്ടാക്കാൻ, എവിടുന്ന് ഹദീസ് ഉണ്ടാക്കണം? ഞാൻ അവസാനിപ്പിക്കാണ്.